മിനിസ്റ്റർ, ഇപ്പോൾ ഡോക്ടർ ഹാരിസ് പറയുന്നത് ഒരു കാർ വാങ്ങിക്കാൻ സർക്കാരിൻ്റെ പണമുണ്ട്, പക്ഷേ അതിൻ്റെ മെയിൻ്റനൻസ് കാര്യങ്ങൾ അതുമായിട്ടാണ് അദ്ദേഹം ആരോഗ്യവകുപ്പിനെ ഇപ്പം കമ്പയർ ചെയ്യുന്നത്. അതായത് കാർ വാങ്ങിച്ചതുകൊണ്ട് കാര്യമില്ല, കാലാകാലങ്ങളിൽ അതിൻ്റെ ഡീസൽ അടിക്കണം, പെട്രോൾ അടിക്കണം, അങ്ങനെയുള്ള ഒരു ഉപമയാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. ബഹുമാന്യനായിട്ടുള്ള ഡോക്ടർ ഹാരിസ് പറഞ്ഞ വിഷയത്തിൽ ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു, അദ്ദേഹത്തിൻ്റെ പോസ്റ്റുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഉള്ളടക്കവുമായി ബന്ധപ്പെട്ട് ഒരു സമഗ്രമായിട്ടുള്ള അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഡോക്ടർ ഹാരിസ് അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ചത് ഇന്ന് രാവിലെ ഞാൻ കണ്ടിരുന്നു. ഡോക്ടർ ഹാരിസിനെ സംബന്ധിച്ചിടത്തോളം വളരെ ജെനുവിനായിട്ടുള്ള ഒരു ഡോക്ടറാണ്. നമ്മൾ സാധാരണ പറയുമല്ലോ, രോഗികളിൽ നിന്ന് പണം വാങ്ങിച്ചു, അങ്ങനെയൊന്നും ചെയ്യാത്ത വളരെ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു ഡോക്ടറാണ് ഡോക്ടർ ഹാരിസ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം വളരെ കൃത്യമായി ചില കാര്യങ്ങൾ പറയുന്നതായിട്ടാണ് ഇന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഉൾപ്പെടെ വിശദമായിട്ട് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത്തരത്തിലുള്ള പരിശോധന നടക്കുകയും ചെയ്യും. ഒരു വർഷം മുമ്പ് തന്നെ അദ്ദേഹം ഈ പ്രശ്നങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചു എന്നാണ് പറയുന്നത്. പിയുടെ അടുത്ത് ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചു എന്ന് പറയുന്നു. പക്ഷേ ഈ ഒരു വർഷം കഴിഞ്ഞിട്ടും ഒരു മാറ്റമില്ല. കാരണം സാധാരണ രോഗികൾ വരുന്നു, അദ്ദേഹത്തിന് വലിയ ബുദ്ധിമുട്ടുണ്ടായി എന്നൊക്കെയാണ് പറയുന്നത്. ഈ ഒരു വർഷത്തെ പീരീഡിൽ ഇതൊന്നും ശ്രദ്ധയിൽപ്പെട്ടില്ലേ? ഇപ്പൊ മന്ത്രി അദ്ദേഹം കുറ്റപ്പെടുത്തുന്നുമില്ല, മന്ത്രി ഇതൊന്നും അറിഞ്ഞു കാണില്ല എന്നൊക്കെയാണ് അദ്ദേഹം പറയുകയും ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഇടയിലുള്ള ആളുകളുടെ പ്രശ്നമാണ്. നോക്കൂ, കഴിഞ്ഞ 15 വർഷത്തിനുള്ളിലെ കേരളത്തിലെ സർക്കാർ ആശുപത്രികൾ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഉൾപ്പെടെ ഔട്ട് പേഷ്യൻസ് ഒ പിയിൽ എത്തുന്ന രോഗികളുടെ എണ്ണം, IP-യിലെത്തുന്ന രോഗികളുടെ എണ്ണം, അവിടെ നടത്തുന്ന സർജറികളുടെ എണ്ണം, യൂറോളജി ഡിപ്പാർട്ട്മെന്റിൽ ഉൾപ്പെടെ നടത്തുന്ന സർജറികളുടെ എണ്ണം നമുക്കൊന്ന് പരിശോധിച്ച് നോക്കണം. അപ്പോൾ ഈ ഡോക്ടർ ഹാരിസ് തന്നെ പറയുന്നതായിട്ട് ഞാൻ മാധ്യമങ്ങളിൽ കണ്ടു. അദ്ദേഹം പറഞ്ഞു, കഴിഞ്ഞ വർഷം 2200-ലധികം സർജറികൾ യൂറോളജി ഡിപ്പാർട്ട്മെന്റിൽ മാത്രം നടന്നിട്ടുണ്ട്. അതോടൊപ്പം അദ്ദേഹം പറഞ്ഞു ഓഗസ്റ്റ് മാസം വരെ ആണ് വെയിറ്റിംഗ് ലിസ്റ്റ് ഉള്ളത്. അപ്പോൾ അത്രയും എഫേർട്ട് എടുത്തുകൊണ്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ ജോലി ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ്. ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ ഒരു MRI എടുക്കാൻ 8 മാസം കാത്തിരിക്കേണ്ടി വരുന്ന നമ്മുടെ ആളുകൾ, ആരോഗ്യ പ്രവർത്തകർ ഉൾപ്പെടെ നാട്ടിൽ വന്ന് MRI എടുത്ത് പോകുന്ന സ്ഥിതി ഉണ്ട്. അപ്പം ഇപ്പോൾ പല ഹോസ്പിറ്റൽസിലും 2026 ഓഗസ്റ്റിൽ വരെ വെയിറ്റിംഗ് ലിസ്റ്റ് ഉണ്ട്. അപ്പം അത്രയും അധികം ആളുകൾ നമ്മുടെ സർക്കാർ സംവിധാനത്തിലേക്ക് എത്തുന്നുണ്ട്, സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്നുണ്ട്. ഇപ്പം നിങ്ങളിൽ തന്നെ എത്രയോ ആളുകൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കുടുംബാംഗങ്ങളെയും അല്ലെങ്കിൽ ശസ്ത്രക്രിയക്കായിട്ടൊക്കെ എത്തി എത്രയോ ആളുകൾ നിങ്ങളുടെ ഇടയിൽ തന്നെ, മാധ്യമപ്രവർത്തകർ തന്നെ ഉണ്ട് എന്നുള്ളത് നിങ്ങളുടെയൊക്കെ അനുഭവത്തിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമ്മളൊരു 100 ബെഡഡ് ആയിട്ടുള്ളൊരു ICU പുതുതായിട്ട് അവിടെ നിർമ്മിച്ചപ്പോൾ, 100 ബെഡഡ് ICU ഒരുക്കിയപ്പോൾ വീണ്ടും ആ ICU പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞും വീണ്ടും നമുക്ക് കോൾ വരുന്നത് വെന്റിലേറ്റർ സഹായം വേണം, ICUവിൻ്റെ ബെഡ് വേണം എന്നുള്ളതാണ്. അപ്പോൾ സർക്കാർ സംവിധാനങ്ങളിലേക്ക് എത്തുന്ന രോഗികളുടെ എണ്ണത്തിൽ ഗണ്യമായിട്ടുള്ള വർധനവ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആ വർധനവിൻ്റെ അടിസ്ഥാനത്തിലുള്ള സൗകര്യങ്ങളാണ് സർക്കാർ ആശുപത്രികളിൽ നമ്മൾ ഒരുക്കുന്നത്. ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ കാര്യം മാത്രം പരിശോധിച്ച് നോക്കിയാൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും, ഇപ്പോൾ കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാർഡിയോളജി ഇൻ്റർവെൻഷൻസ് നടത്തുന്ന മെഡിക്കൽ കോളേജ്, ആരോഗ്യ സ്ഥാപനം തിരുവനന്തപുരം മെഡിക്കൽ കോളേജാണ്. അത് നമ്മൾ പറയുന്നതല്ല, ഇന്ത്യയിലെ കാർഡിയോളജിസ്റ്റുകളുടെ സംഘടന ആ പുരസ്കാരം അത് കണക്കെടുത്തിട്ടാണല്ലോ, കണക്ക് വെറുതെ പറയുന്നതോ പേപ്പറിലുള്ളതോ അല്ലല്ലോ, അത് ഡിജിറ്റലി രേഖപ്പെടുത്തപ്പെട്ട ഓരോ പേഷ്യൻറ്റിൻ്റെയും കേസ് എടുത്ത് പരിശോധിച്ചുകൊണ്ടാണ് അതിൽ ഏറ്റവും കൂടുതൽ കാർഡിയോളജി ഇൻ്റർവെൻഷൻസ് നടക്കുന്ന ആശുപത്രി തിരുവനന്തപുരം മെഡിക്കൽ കോളേജാണ്. എല്ലാ മെഡിക്കൽ കോളേജിലും ഇതുണ്ട്. ഡോക്ടർ ഹാരിസ് ഇവിടെ പറഞ്ഞിരിക്കുന്ന വിഷയം അതൊരു സിസ്റ്റത്തിൻ്റെ ഒരു പ്രശ്നമായിട്ട് നമ്മൾ കാണേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് കാണണം. ഞാൻ ഈ കാര്യം, എനിക്ക് വാസ്തവത്തിൽ ഡോക്ടർ ഹാരിസ് ഇന്നലെ, എനിക്ക് എറണാകുളത്തും നമ്മുടെ മണ്ഡലത്തിലൊക്കെ പരിപാടികളുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ, ഞാനിത് അനേകം തവണ പ്രസംഗിച്ചിട്ടുമുണ്ട്, നിങ്ങളിൽ പലരും കേട്ടിട്ടുണ്ടാകാം. അതായത് നമ്മുടെ മുന്നിലെത്തുന്ന ഒരു വ്യക്തി, ഒരു രോഗവുമായിട്ടെത്തുന്ന വ്യക്തി, അത് നമ്മളാണെന്നോ, നമ്മുടെ പ്രിയ മക്കളാണെന്നോ, നമ്മുടെ ലൈഫ് പാർട്ട്ണറാണെന്നോ, നമ്മുടെ മാതാപിതാക്കളാണെന്നോ ചിന്തിച്ചാൽ അവിടെ നമ്മുടെ സിസ്റ്റം ശരിയാകും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അതാണ് നമ്മളുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം. അദ്ദേഹം പറഞ്ഞത് എന്താണ്, ഇന്നലെ 3 സർജറി ചെയ്തു, 4ാമത്തെ സർജറി ചെയ്യുമ്പോൾ ആ മെഷീൻ്റെ പ്രോബിന് കേടുപാടുണ്ടായി. അദ്ദേഹം പറഞ്ഞൊരു വാക്ക്, അടുത്തത് ശ്രദ്ധിക്കണം,
എൻ്റെ മകൻ്റെ പ്രായമുള്ളൊരു മകനാണ് അവിടെ വന്നത്. നോക്കൂ, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതുപോലെയുള്ള ഒരുപാട് ആരോഗ്യ പ്രവർത്തകർ നമ്മുടെ സിസ്റ്റത്തിൽ, ആ ആരോഗ്യ പ്രവർത്തകരാണ്. ഇത്രയും അധികം രോഗികളുടെ ബാഹുല്യമുണ്ട് നമ്മുടെ സർക്കാർ ആശുപത്രികളിൽ. 2023 ഡിസംബർ മാസത്തിൽ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് 270 അധ്യാപക തസ്തികൾ എന്ന് പറയുമ്പോൾ ഡോക്ടേഴ്സ്, ക്ലിനിക്കൽ തസ്തികളാണല്ലോ, ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റുകളിലാണ് ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുള്ളത്. അത്രയും തസ്തികൾ കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. 270 തസ്തികകൾ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ സൃഷ്ടിച്ചു. ആരോഗ്യ വകുപ്പിൽ നമുക്ക് സൃഷ്ടിക്കാനായിട്ട്, അതായത് DHSന് കീഴിൽ സൃഷ്ടിക്കാനായിട്ട് കഴിഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ അതിൻ്റെ ഒരു മറുവശം, ഇപ്പം ഞാൻ അതിൻ്റെ മറുഭാഗം കൂടി എന്താണെന്നുള്ളത് പ്രഥമമായിട്ട്, ഞാൻ ഈ പറഞ്ഞതൊക്കെ പ്രഥമമായിട്ടുള്ള വിവരമാണ്. അത് കൃത്യമായിട്ടുള്ള സൂക്ഷ്മമായിട്ടുള്ള അന്വേഷണം ഡോക്യുമെന്റ്സിന്റെ അടിസ്ഥാനത്തിൽ പരിശോധിച്ച് എനിക്ക് റിപ്പോർട്ട് നൽകണം എന്നാണ് പറഞ്ഞത്. മറുഭാഗത്ത് എന്താണ് അവർ പറഞ്ഞൊരു കാര്യം, സൂപ്രണ്ട് പറഞ്ഞത് 3000 രൂപ കൂടി, 3000 രൂപ ഒരു പ്രോബിന് കൂടി, 3 പ്രോബും 9000 രൂപ കൂടി. സൂപ്രണ്ടിന് ഇപ്പോൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന വിലയിൽ നിന്ന് 3000 രൂപ കൂടിയാൽ അത് ഓഡിറ്റ് ഒബ്ജക്ഷൻ ഉണ്ടാകും. ഓഡിറ്റ് ഒബ്ജക്ഷൻ ഉണ്ടായിട്ട് സൂപ്രണ്ട് നേരത്തെ വാങ്ങിച്ചുകൊണ്ടിരുന്ന വിലയിൽ നിന്ന് 3000 രൂപ അധികം, സൂപ്രണ്ടോ അത് ആരാണോ വാങ്ങിക്കേണ്ടത്, 3000 രൂപ അധികം കൊടുത്തുകൊണ്ട് ഇത് വാങ്ങി അഴിമതി. ഇന്ന് തന്നെ ഡോക്ടർ പറയുന്ന ഒരു കാര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. എന്താണ്, ഒരു മെഷീൻ ഡോക്ടേഴ്സ് തന്നെ, യൂറോളജിയിലെ തന്നെ ഒരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞതായിട്ട് ഞാൻ കേൾക്കുന്നത്, അവിടെ തന്നെ കുത്തിയൊടിച്ചു എന്ന് ഏതോ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അപ്പോൾ ഇത് സിസ്റ്റത്തിൽ മുഴുവൻ ഉണ്ടെന്ന് നമ്മൾ കാണണം. അതായത് ഫയലുകൾ മൂവ് ചെയ്യുന്നത്, ഇത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സർക്കാർ ശ്രമിച്ചിട്ടുള്ളത്.